നീതുവാണ്. പിന്നെ നീതുവാണ്. പിന്നെ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാർ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. വയനാട്ടിൽ ആദ്യം ഉരുളുപൊട്ടിയ സമയത്ത് തങ്ങൾ അപകടത്തിലാണെന്നും ചൂരൽമലയിൽ ഉരുളുപൊട്ടിയിട്ടുണ്ടെന്നും വെള്ളം പൊങ്ങി വരികയാണെന്നും ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്നും പുറംലോകത്തോട് വിളിച്ചു പറഞ്ഞ ആരോഗ്യ പ്രവർത്തക നീതുവിന്റെ ചേതനയേറ്റ ശരീരം ചൂരൽമല പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ആദ്യം ഉരുളുപൊട്ടിയപ്പോൾ സുരക്ഷിതയിടമെന്ന് കരുതി നിരവധി പേർ ഓടിയെത്തിയത് നീതുവിന്റെ ചൂരൽമല സ്കൂൾ റോഡിലെ വീട്ടിലായിരുന്നു. നീതുവിന്റെ ഫോൺ കോളിനെ തുടർന്നാണ് പോലീസും ഫയർ സർവീസും രക്ഷാവാഹനങ്ങളും ആംബുലൻസും പ്രദേശത്തേക്ക് കുതിച്ചത്. എന്നാൽ താഞ്ഞിലോട് റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങിപ്പോയി. ഇതിനിടയിൽ രണ്ടാമതും ഉരുളുപൊട്ടി. ഇതോടെ നീതുവിന്റെ വീട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറി. ഭർത്താവ് ജോജോ വീട്ടിലുള്ളവരെയും അഭയം തേടിയെത്തിയവരെയും കൊണ്ട് തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിലേക്ക് ഓടിക്കയറി. സുരക്ഷിതമാക്കി തിരിച്ചെത്തിയപ്പോഴേക്കും തന്റെ ജീവന്റെ പാതിയായ നീതു കൈവിട്ടു പോയിരുന്നു. വീട്ടിലൊക്കെ വെള്ളമാണ്. ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. ഹലോ മോളെ, നിങ്ങളെ സ്ഥിതി എന്താ? എവിടെയുള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അല്ല പിന്നെ ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. മോളെ സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരമല ഹൈസ്കൂൾ റോഡ്. ഇപ്പം നിങ്ങളെല്ലാരും എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നോന്ന് ഞങ്ങൾക്കറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. അല്ല മോളെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണോ ഉള്ളത്? അതെ അതെ അതെ. എവിടെ? സ്കൂൾ എങ്ങനെയാണോ? സ്കൂളിന്റെ ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ വീട്ടിലാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ് നീതുവിന്റെ മൃതശരീരം കണ്ടെടുത്തത്. പാപ്പിയാണ് ഏക മകൻ. മേപ്പാടി ആസ്റ്റർവിംസ് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകയായിരുന്നു നീതു. റിപ്പോർട്ടർ മഹ്റൂബ് പനമരം, മലയാളം ടെലിവിഷൻ, വയനാട്.